നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുഃഖത്തിൽ പങ്കുചേർന്ന് സൗദി ഭരണാധികാരികൾ. റിയാദിൽ നേഴ്സ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അന്ത്യയാത്ര ഭാരമാകില്ല, മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇനി എയർ കാർഗോ ഫീസ് മാത്രം. ഒമാനിൽ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യത, മുന്നറിയിപ്പ്. സീപ്പ് ബീച്ചിൽ പ്രവാസി മുങ്ങി മരിച്ചു. അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഓലശ്ശേരിയും നോർക്ക ലീഗൽ കൺസൾട്ടന്റുമാർ. ദുരിതാശ്വാസം. ഒരു ദിവസത്തെ ശമ്പളം നൽകാൻ ടീം ടോളറൻസ്. വയനാട് ഉരുൾപൊട്ടൽ ദുഃഖത്തിൽ പങ്കുചേർന്ന് സൗദി ഭരണാധികാരികൾ. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ സൗദി ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് ഇരുവരും തങ്ങളുടെ അനുശോചനം അറിയിച്ചത്. ഈ ദുരന്തത്തിന്റെ വേദനയിൽ ഞങ്ങളും ഭാഗമാകുന്നു. കാണാതായവർ സുരക്ഷിതമായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരികയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് സൽമാൻ രാജാവ് സന്ദേശത്തിൽ കുറിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അനുശോചനം അറിയിച്ച് സന്ദേശം അയച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. റിയാദിൽ നേഴ്സ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. റിയാദിൽ ഇന്ത്യൻ നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോണ്ടിച്ചേരി സ്വദേശിയായ ദുർഗ രാമലിംഗം എന്ന യുവതിയാണ് താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ 6ാം നിലയിൽ നിന്ന് വീണ് മരിച്ചത്. ഒരു വർഷം മുൻപ് റിയാദിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയ ദുർഗ പോണ്ടിച്ചേരിയിലെ മുതലിയാർ പേട്ട് സ്വദേശിയായ രാമലിംഗത്തിന്റെയും കവിതയുടെയും മകളാണ്. സഹപ്രവർത്തകരുടെ അഭിപ്രായത്തിൽ സദാ സന്തോഷവതിയായിരുന്ന ദുർഗ അടുത്തിടെ ഒന്നിനോടും താല്പര്യം കാണിച്ചിരുന്നില്ല. സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു. മരിച്ച യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകർ ഷിഹാബ് കൊട്ടുകാട് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നടപടികൾ പൂർത്തീകരിച്ചു. മൃതദേഹം കഴിഞ്ഞ ദിവസം റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പുതുച്ചേരിയിൽ സ്വവസതിയിൽ എത്തിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അന്ത്യയാത്ര ഭാരമാകില്ല, മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇനി എയർ കാർഗോ ഫീസ് മാത്രം. പ്രവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഫീസ് ഒഴിവാക്കി അബുദാബി. മരണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ്, ആംബുലൻസ്, മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്കുള്ള ഫീസാണ് പൂർണ്ണമായും ഒഴിവാക്കിയത്. ഇന്നലെ രാവിലെ 10 മുതൽ ഈ തുക ഈടാക്കുന്നില്ലെന്ന് സാമൂഹിക പ്രവർത്തകൻ BC അബൂബക്കർ പറഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ച് ആശ്വാസകരമായ നടപടിയാണിത്. ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ ചെലവ് സർക്കാർ വഹിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. UAE തൊഴിൽ നിയമപ്രകാരം പ്രവാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ സ്പോൺസർമാരാണ് വഹിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടം തീരുമാനമെടുത്താൽ മരിച്ച പ്രവാസികൾക്ക് അന്ത്യയാത്ര ആർക്കും ഭാരമാകാതെ പൂർത്തിയാക്കാനാവും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഒമാനിൽ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യത, മുന്നറിയിപ്പ്. തിങ്കളാഴ്ച മുതൽ ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 7 വരെ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നുമാണ് മുന്നറിയിപ്പ്. 25 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ശക്തമായ കാറ്റ് വീശുന്നതിന് സാധ്യതയുണ്ട്. തീരദേശങ്ങളിൽ തിരമാല ഉയരും. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. സീപ്പ് ബീച്ചിൽ പ്രവാസി മുങ്ങി മരിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലെ ബീച്ചിൽ വീണ്ടും മുങ്ങി മരണം. സുഡാൻ സ്വദേശിയായ പ്രവാസി മരിച്ചതായും മറ്റൊരാളെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സീബ് വിലായത്തിലെ അൽ സഫിനാത്ത് പ്രദേശത്ത് കുളിക്കാനിറങ്ങിയ 4 പേർ ഒഴുക്കിൽപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. കടലിൽ നീന്താൻ ഇറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റു സുരക്ഷ ഉറപ്പാക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഓലശ്ശേരിയും നോർക്ക ലീഗൽ കൺസൾട്ടന്റുമാർ.
വിദേശ രാജ്യങ്ങളിലെ കേരളീയർക്ക് സൗജന്യ നിയമസഹായം നൽകുന്ന നോർക്ക റൂട്ട്സിന്റെ പ്രവാസി ലീഗൽ എയ്ഡ് സെല്ലിൽ അഡ്വക്കേറ്റ് വിൽസൺ തോമസ്, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ജിദ്ദ എന്നിവരെ നിയമിച്ചു. സൗദി അറേബ്യയിലേക്കുള്ള നോർക്ക ലീഗൽ കൺസൾട്ടന്റ് ആയിട്ടാണ് കേരള സർക്കാർ ഇരുവരെയും നിയമിച്ചിരിക്കുന്നത്. നമാമിയിലെ സാമൂഹിക പ്രവർത്തകനും കണ്ണൂർ മടമ്പം സ്വദേശിയുമായ അഡ്വക്കേറ്റ് വിൽസൺ തോമസ് രണ്ടാം തവണയാണ് നിയമിക്കപ്പെടുന്നത്. സൗദിയിൽ 18 വർഷമായി പ്രവാസിയായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഓലശ്ശേരി ആദ്യമായാണ് നിയമിതനാവുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. ദുരിതാശ്വാസം. ഒരു ദിവസത്തെ ശമ്പളം നൽകാൻ ടീം ടോളറൻസ്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഒരു ദിവസത്തെ ശമ്പളം നൽകുമെന്ന് ടീം ടോളറൻസ് അറിയിച്ചു. പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും ചെയർമാൻ സി സാദിഖ് അലി, കൺവീനർ സുൽഫിക്കർ അബൂബക്കർ, കോഓർഡിനേറ്റർ മുഹമ്മദ് റിഹാസ് എന്നിവർ അറിയിച്ചു. ടീമിൽ അംഗങ്ങളായ മറ്റു രാജ്യക്കാരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.